ഇന്ന് പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നമ്മളിന്ന് കേൾക്കുന്നത്. യുവതിയും യുവാവും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആലപ്പുഴയിലാണ് സംഭവം നടന്നത്. യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവരെ ആശുപത്രിയിൽ മോർച്ചറിയിലായിരിക്കുന്നു. രണ്ടാമത്തെയാണ് ബൈജു പിടിയിൽ. ഭാര്യയും സുഹൃത്തിനെയും വെട്ടി കൊന്നതിന് ശേഷം അദ്ദേഹം പോലീസുകാർ അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ്. സംശയത്തിൻ്റെ പേരിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെയാണ് രണ്ടുപേരെയും അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുകയായത്. അതിനുശേഷം നമുക്ക് പിന്നീട് ഉണ്ടായ വാർത്ത എന്ന് പറയുന്നത്, കൊച്ചിയിൽ ഒരു ഡോക്ടർ തൻ്റെ സ്വന്തം ഫാമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു വിദഗ്ധ ഡോക്ടറാണ്, അതായത് കിഡ്നിയുടെ ഡോക്ടറാണ് അദ്ദേഹം കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം തൂങ്ങി മരിച്ചിരിക്കുന്നു ഉള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊലപാതകത്തിനും ആത്മഹത്യക്കും ഒരു കുറവുമില്ല. അതിങ്ങനെ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പഠിക്കുകയോ അല്ല മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മരണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണം തിരഞ്ഞെടുക്കുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 3 പേര് കോട്ടയത്ത് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു, അമ്മയും മക്കളും. ഇങ്ങനെ കൊലപാതകങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ നമ്മുടെ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ് ആലോചിക്കണം. ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക. അത് നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒഴിവാക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നാണ് പറയുവാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിലുള്ള ഒരു ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.